നമസ്കാരം. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അലോഷ്യസിന്റെ പാട്ടോടുകൂടി തുടങ്ങാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയല ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയെ മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. നിറഞ്ഞിടുകന്നിൽ എൻ പ്രിയനാഥ ഞാനെന്നും ലയിച്ചിടട്ടെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയല ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ഈ ദാസരിൽ ഏകിടൂ. ഗിരിജ സേതുനാഥ് റൈറ്ററാണ്. ഞാൻ റോയിയായിട്ട് ഒരു 10-30 വർഷത്തെ പരിചയമുണ്ട് കേട്ടോ. ആദ്യത്തെ അവാർഡ് ജൂറി മെമ്പറും കൂടിയാണ്. ഷാരടി ഗണേശൻ, ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിരിക്കണ ഗണേശന് ഒക്കെയാണ് നമ്മൾ അന്ന് അവാർഡ് കൊടുത്തത്. പിന്നെ ആരൊക്കെയോ പുതിയ പുതിയ ആൾക്കാരുണ്ടായിരുന്നല്ലോ അന്ന്. വളരെ നല്ലൊരു അവാർഡ് നിശ്ചയായിരുന്നു അന്ന് നടന്നത്. ഞങ്ങൾ അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. അത് മുറിഞ്ഞിട്ടേ ഇല്ല ഇന്നു വരെ. മുറിയാനായിട്ട് ആഗ്രഹിക്കണം. അതുകൊണ്ട് ഇന്ന് എന്റെ മീറ്റിങ്ങിന്
ഞാൻ അവിടുന്ന് ഓടിയെത്തായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞ 2023 റോയ് സാറിനെ പരിചയപ്പെടുന്നത്. ദൃശ്യ മീഡിയ ഗ്രൂപ്പിലേക്ക് എന്നെ അന്ന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമായിരുന്നു. അതുപോലെ തന്നെ 2023 ദൃശ്യ അവാർഡ്സ് നൈറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിലെ ഒട്ടുമിക്ക അംഗങ്ങളെ ഞാൻ അന്ന് പരിചയപ്പെടാൻ സാധിച്ചു. വലിയൊരു ഗ്രൂപ്പിലെ അംഗമായതിൽ എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ്. ഞാനൊരു സിംഗറാണ്. എൻ്റെ വീട് പാലക്കാടിനടുത്ത് പട്ടാമ്പിയിലാണ്. ഞാൻ ഇവിടെ അടുത്ത് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് LP സ്കൂളിലെ ടീച്ചറാണ്. കൂടാതെ ഇപ്പൊ പാടി തുടങ്ങി. 4-5 സിനിമയിൽ മാത്രം പാടി. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. രാഗം ശ്രീരാഗം പാടൂ നീ. വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. കാലത്തും വൈകിട്ടും പൂമാലത്തേനുള്ള ആ വാഴത്തോട്ടത്തിൽ തേനും വയും നാവിൽ തൂകും വാനം പാടി. നീലക്കൊടുവേലി പൂത്തു ദൂരെ നീലഗിരി കുന്നിന്മേലെ. മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി. താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടി നല്ലി നീയും പോരും. തേനും വയും നാവിൽ തൂകും വാനം പാടി. തേനും
എന്റെ പേര് ഹരിശ്രീ യൂസഫ് എന്നാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ചെറിയ ചെറിയ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാണ്. ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഹലോ ദുബായിക്കാരൻ. പിന്നെ അത്യാവശ്യം TV പ്രോഗ്രാം ഒക്കെ ചെയ്ത ആളാണ്. നമ്മുടെ അച്യുതാനന്ദനെയും പള്ളിയിലച്ഛനൊക്കെ അനുകരിച്ചൊക്കെ കുറെ ആൾ നടന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ചെറിയ വിവരണം. കണ്ടിട്ടുണ്ട് ഓക്കെ. റോയ് ചേട്ടനുമായിട്ട് ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായി. ഏകദേശം ഒരു 24 വയസ്സൊക്കെ ഉള്ളപ്പോ മുതലുള്ള ബന്ധമാണ്. ഇപ്പൊ എനിക്ക് 53 വയസ്സായി. അപ്പൊ അത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് ആണ്. റോയിക്ക് 28 വയസ്സായിട്ടുള്ളൂ. അത് 71-ല്. റോയ് ചേട്ടനോട് ഇപ്പൊ എനിക്ക് ഇപ്പൊ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോയ് ചേട്ടൻ എന്തൊരു ട്രിപ്പ് പ്രോഗ്രാം കിട്ടിയാലും, ഒരു മിമിക്രി ആണെങ്കിലും പുറത്തേക്കുള്ള ഒരു പ്രോഗ്രാം കിട്ടിയാൽ ഫസ്റ്റ് എന്നെ വിളിച്ച് പറയാറുണ്ട്, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് നമുക്ക് പോകണമെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു ഇന്ത്യനേഷ്യ പ്രോഗ്രാം ഒക്കെ പോയതിന്റെയൊക്കെ കഥ പറയാമെങ്കിൽ ചിരിച്ച് അവസാനം ഞങ്ങള് അവിടെ ഇന്ത്യനേഷ്യയിൽ ചെന്നപ്പോള് ഒരു പുലീനെ തൊടാൻ വേണ്ടി അല്ലേ ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചു പോയി. ഏകദേശം പുലിയുടെ ടൈമൊക്കെ കഴിഞ്ഞു. പുലിക്ക് ഒരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ. രാവിലെ 8 മണി മുതൽ 5 മണി വരെ അതിനെ ആർക്ക് വേണമെങ്കിലും പിടിക്കാം, തോളി വെക്കാം, മടി വെക്കാം. അതുവരെ പുലിക്കും അറിയാം അതിന്റെ സമയം ഇത്രയ്ക്കാണെന്ന്. അപ്പോൾ ഞാനും റോയ് ചേട്ടനും വേറൊരു ആർട്ടിസ്റ്റും കൂടി ചെന്നപ്പോൾ സമയം ഇച്ചിരി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കൂടെ ഒന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ പുലിയുടെ ഓണറിനോടൊക്കെ പെർമിഷൻ മേടിച്ച് ഞാനൊന്ന് തൊട്ട് എന്ന് പറഞ്ഞ് റോയ് ചേട്ടനെ എടുത്ത് അതിനെ മടി വെച്ച് ഒരു ഫോട്ടോക്കൊക്കെ പുലി സമ്മതിച്ച്. റോയ് ചേട്ടൻ പിന്നെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ ഫോട്ടോ എടുക്കണമല്ലോ. അവസാനം പുലിക്ക് സൈ കെട്ടിട്ട് ഒരു മാന്തിയോടുകൂടി ഫോട്ടോ എടുക്കൽ നിർത്തി. അവരവിടെ പരിപാടി ക്ലോസ് ചെയ്ത് പുലിനെ കൊണ്ട് പോയി. രാജാജിക്ക് അക്രമാസക്തനായനെ പുലി അല്ലേ. വലിയ പുലിയൊന്നും ഇല്ല, ഒരു ചെറിയൊരു പുലി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു 3 പൂച്ചയുടെ വലിപ്പമുള്ളൊരു പുലി. അത് അതിനൊരു തവണയിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അതിനായിട്ട് ഭ്രാന്താക്കി കഴിഞ്ഞാൽ ആരാണെങ്കിലും വന്നു. അങ്ങനെ ഒരു മാന്തി കിട്ടിയ മനുഷ്യനാണ് ആയിരിക്കണം. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്ന ദൃശ്യ ഗ്രൂപ്പിലെ സജീവ അംഗമായ ഫാദർ സെവേറിയോ തോമസ് ഒരു ഗാനം അയച്ചു തന്നിട്ടുണ്ട്. മണിവിളക്കു വേണ്ട, മൂക്കിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം, കളി പറഞ്ഞിരിക്കെ കിളി തുടങ്ങിയല്ലോ സല്ലാപ സംഗീതം. ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ, നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ. നീ അറിയാതെ നിൻ ഹൃദയമതിൽ ഞാൻ ചോരനായി കടന്നു. ഉയരറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ, നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ, നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ, നീ മധുപകരൂ
മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. മിനി നമ്മുടെ ആദ്യകാലം തൊട്ട് നമ്മുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ സൂം മീറ്റിങ്ങിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും മിനിയുടെ പാട്ടുണ്ടാവും. അലോഷ്യത്തും മിനി 2 മിനിമാരുണ്ട്. മിനി മനു ഉണ്ട്, മിനി അനിലുണ്ട്. ഇവര് നമ്മുടെ സ്ഥിരം ഗായകരാണ്. പറഞ്ഞു മിനി ആദ്യകാലത്തെ ദൂരദർശന്റെ ആദ്യകാലത്തെ അനൗൺസർ ആണ്. ഇപ്പൊ ഞാനൊരു സോങ്ങിന്റെ പല്ലവി പാടാം. ദേവദാരു 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 എന്റെ പേര് സോഹൻലാൽ. ഒരു 3-4 സിനിമ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. റോയ് ചേട്ടന്റെ സുഹൃത്താണ്. അപ്പോ വളരെ സന്തോഷം ഇതിനിടയ്ക്ക് വന്നതിനകത്ത്, വലിയ സന്തോഷം. ഞാൻ ജസ്റ്റ് കുറെ കാലമല്ലേ കണ്ടിട്ട്, അപ്പൊ റോയ് ചേട്ടനെ വെറുതെ ഒന്ന് കാണാവുന്ന രീതിയിൽ മാത്രം കയറിയതാ. അല്ല, ഒന്നും പറയാനില്ല. ഞാൻ ഗസ്റ്റ് ഒന്നും അല്ല. ഞാൻ യഥാർത്ഥത്തില് ദൃശ്യയുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ ആയിട്ടുള്ള ആളാണ്. ഈ പണ്ട് മുതലേ അമൃത ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന സമയം മുതലേ അറിയുന്നതാണ് റോയ് ചേട്ടനെ. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. പിന്നെ കാണാം എല്ലാവരെയും. താങ്ക് യു. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഞാൻ BSNL നിന്ന് റിട്ടയർഡ് ആയ ഒരാളാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഭാര്യ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. കുറേശ്ശൊക്കെ പാടും, ഡാൻസ് ചെയ്യും. സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. സന്ധ്യമയങ്ങും നേരം. കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തു തോണികളിൽ ആളുകയറ്റും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം, നിന്റെ നാണം. സന്ധ്യമയങ്ങും നേരം.
കാക്ക ചേക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളൂടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നക്കനിയോടെ ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത തിരിയുന്ന നേരം ബന്ധുവേ രാഗബന്ധുവേ നീ എന്തിനീ വഴി വന്നോ എനിക്കെന്തു നൽകാൻ വന്നോ സന്ധ്യമയങ്ങും നേരം. താങ്ക് യു മോൻ. നമ്മുടെ ദൃശ്യയുടെ ആരംഭകാലം തൊട്ട് വളരെ സജീവമായിട്ട് നമുക്ക് എല്ലാ പരിപാടിയുടെ നമ്മുടെ ഒപ്പം കൂടെയുള്ള ഒരാളാണ് ഡോക്ടർ MC ദിലീപ് കുമാർ. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഈ സാഹിബ് സന്ധ്യയിൽ ഒന്ന് ഒത്തുകൂടാൻ കഴിയുന്നതിൽ. ഞാന് റോയിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്. കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ കൂടെ ആയിരുന്നു. റോയി ആദ്യമായിട്ട് ഈ ദൃശ്യയുടെ പ്രോഗ്രാം തുടങ്ങുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായിട്ട് സഹകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ ആത്മബന്ധമാണ്. എല്ലാവരെയും ഒന്ന് കാണാനും നല്ല പാട്ടുകൾ കേട്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടിരുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും പാടുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുമിച്ച് കാണാന്, ഡയറക്റ്റ് കാണാനുള്ള ഒരു അവസരം കൂടി നമുക്ക് അധികം താമസിയാതെ ഉണ്ടാകും എന്ന് കരുതുകയാണ്. ഏതായാലും സംഘാടകരോടും അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈനിലുള്ള പ്രിയപ്പെട്ട ദൃശ്യയുടെ സുഹൃത്തുക്കളോടും ഉള്ള എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു റോയിച്ചൻ. ജുവൽ മേരി തോമസിന്റെ പാട്ട്. ജുവല് ഷാർജയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. से भी रेशमी सुरमैया
सपना दे जा रे, इंडिया के उड़ते पाखी रे, आँखियों में आ जा साथी रे, रारी रारम ओ रारी रम, रारी रारम ओ रारी रम. रात के रथ पर जाने वाले, नींद का रस बरसाने वाले, इतना कर दे कि मेरी आंखें भर दे, आंखों में बसता रहे सपना, हंसता रहे सुर में, आँखियों में नन्हा मुन्ना एक सपना दे जा रे, इंडिया के उड़ते पाखी रे, आँखियों में आ जा साथी रे, रारी रारम ओ रारी रम, रारी रारम ओ रारी रम, रारी रारम ओ रारी रम, रारी रारम ओ रारी रम. Thank you. താങ്ക് യു. റോയിച്ചേട്ടനെ എന്നെ ഒരു ദിവസം സത്യം പറയാമെങ്കില് റോയിച്ചേട്ടൻ എന്നെ ഒരു ഇന്ത്യനേഷ്യക്ക് വിളിച്ചപ്പോഴേ, അപ്പൊ എനിക്ക് അന്ന് നമുക്ക് ഈ വിസയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അപ്പൊ എന്നെ ഒരു 28-ാം തീയതിയാണ് വിളിക്കണത്. യൂസഫെ നമുക്കൊരു ഇന്ത്യനേഷ്യൻ ട്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പോകാൻ റോയിച്ചേട്ടാ. അപ്പൊ പറഞ്ഞ് യൂസഫെ അപ്പൊ നമ്മള് ഒരു യൂസഫിന് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങോട്ട് വെച്ചോ, നമ്മള് 3 പേര് കൂടി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴാ പോകണമെന്ന് വെച്ചപ്പോ 1-ാം തീയതിയാന്ന് പറഞ്ഞു. അപ്പൊ 29-ാം തീയതി ആയിട്ട് വിളിക്കണം, 30 പിന്നെ 1. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ എന്താ ഈ പറയണേ, നാളെ കഴിഞ്ഞ് മറ്റേന്ന് ഇന്ത്യനേഷ്യ പ്രോഗ്രാമോ, അപ്പൊ എങ്ങനെ വിസയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? അപ്പൊ റോയിച്ചേട്ടൻ പറയാം അതും വേണ്ട, അതൊക്കെ അവിടേക്ക് വന്നിട്ട് നമ്മൾ സിനിമ ടിക്കറ്റ് എടുക്കണ പോലെയാണ് അവിടേക്ക് വിസ എടുക്കണത്. നമുക്ക് ഇവിടുന്ന് കയറി പോയാൽ മതി, നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഓക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി, ഞാനും കലാപവും ജോഷിയും റോയിച്ചേട്ടനും കൂടി അവിടെ പോവാണ്. അപ്പൊ റോയിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു റോയിച്ചേട്ടൻ ഒരു സ്കിറ്റ് ഉണ്ട്, അതിൽ 3 പേരാണ്. ഒരു മാഷ്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു മാഷുണ്ട്, അയാളുടെ 2 മക്കളും ആളുമായിട്ട്. അപ്പൊ 3 പേരിലെ നമ്മൾ പോകുന്നുള്ളൂ. അപ്പൊ റോയിച്ചേട്ടൻ അതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താണ് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് റോയിച്ചേട്ടൻ സ്വാതന്ത്ര്യ സമര സേനാനിയായി. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. അപ്പൊ ഈ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞാൽ തീരെ വയസ്സായ ഒരു മനുഷ്യനാണ്. റോയിച്ചേട്ടനെ ഞാൻ തൊപ്പിയൊക്കെ ഇടിപ്പിച്ച് പൗഡറാണ്, കാരണം നമ്മളിവിടെ നിന്ന് വേറെ നരപ്പിക്കണ സംഭവങ്ങൾ അതൊന്നും കൊണ്ട് പൗഡർ ഇട്ടിട്ടാണ് താടിയിലൊക്കെ കംപ്ലീറ്റ് പൗഡർ ഇട്ട് ഒരു വയസ്സായ ഒരു മനുഷ്യനാക്കി മുടിയിലൊക്കെ കംപ്ലീറ്റ് പൗഡർ ഇട്ടിട്ട് അദ്ദേഹത്തെ രംഗത്തേക്ക് വന്നു. ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് രംഗത്തേക്ക് വന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ വന്നു. ആദ്യം അപ്പൊ ഞാനുമായിട്ട് ഒരു സംഭവമുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. അപ്പൊ ഞങ്ങള് സംസാരിച്ചിരിക്കുന്ന സമയത്ത് റോയിച്ചേട്ടന് ഇത്രയും പേടിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സ്കിറ്റ് കളിക്കാൻ വേണ്ടി എനിക്ക് റോയിച്ചേട്ടന് ഇത്ര സ്കിറ്റ് കളിക്കാൻ പേടിയുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നമ്മള് റോയിച്ചേട്ടൻ്റെ ധൈര്യമൊക്കെ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചൊക്കെ അടിച്ചു പൊളിക്കുമെന്ന്. റോയിച്ചേട്ടൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ട്, ഞാൻ ഈ താടിയിൽ പൗഡറൊക്കെ അല്ലേ ഇട്ടേക്കണേ, റോയിച്ചേട്ടന്റെ മുഖത്തെ പേശികളെല്ലാം കിടന്ന് വിറക്കണ കണ്ടപ്പോഴേ പേടിച്ചിട്ട് ഞാൻ വിചാരിച്ചാദ്യം ബാബാബിനെ കാണിക്കണമെന്ന്. ബാബാബിനെയോ അല്ല, പേടിച്ചിട്ട് മുഖത്തെ പേശികൾ കംപ്ലീറ്റ് കിടന്ന് വിറച്ചിട്ട് ഞാനിട്ട പൗഡർ കംപ്ലീറ്റ് മഞ്ഞുള്ളി ഫുള്ള് വിറച്ചിട്ട് ഫുള്ളും പൗഡർ താഴോട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് യുവാവായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അല്ല, പൗഡർ താടിയെന്ന് ഫുള്ള് പോയിന്ന് വിറച്ചിട്ട് മാംസപേശി ഫുള്ള് വിറക്കണ്.
രോമത്തിൽ നിന്ന് മഞ്ഞുതുള്ളി പോഴ പോലെ താഴെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആളുകൾക്കൊക്കെ പിന്നെ ഒരു തമാശയായിട്ട് കണ്ട് ചിരിയായിരുന്നു കേട്ടാ. ഞങ്ങളെക്കാളൊക്കെ യുവാവായിട്ട് ഇരിക്കണം സ്വാതന്ത്ര്യ സമര സേനാനി, നല്ല കറുത്ത നാടിയൊക്കെ വെച്ചിട്ട്. അതോടുകൂടി ഐറ്റം പൊളിഞ്ഞു പോയി. അതാണ് റോഹിത് ചേട്ടൻ. പിന്നെ റോഹിത് ചേട്ടൻ ഏക്കൂട്ടാ, ഒന്നും ചെയ്യില്ല എന്ന് പറയില്ല. അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാം. പേടിയൊന്നുമില്ല. നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്തോളും. എൻ്റെ പേര് ദിനേശ് എന്നാണ്. ഞാൻ BSNL റിട്ടയർ ചെയ്ത ആളാണ്. ഞാനും റോയിയൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. റോയി എന്നെക്കാളും കുറച്ച് സീനിയറാണ്. ഞാനൊരു ആസ്വാദകൻ മാത്രമാണ്. പാടാനൊന്നും അത്ര ശരിക്കും അറിയില്ല. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എങ്ങു നിന്നീ കവിൾ തട്ടിലീ കുങ്കുമവർണ്ണം പകർന്നു. എങ്ങു നിന്നീ കവിൾ തട്ടിലീ കുങ്കുമവർണ്ണം പകർന്നു. മാതളപ്പൂക്കളിൽ നിന്നോ മലർവാകതളിർത്തതിൽ നിന്നോ പാടിപ്പറന്നു പോ എൻ കളിത്തത്ത തൻ പാടലമാം ചുണ്ടിൽ നിന്നോ. ആ ആ ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. എങ്ങു നിന്നീ കുളിർനെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു. എങ്ങു നിന്നീ കുളിർനെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു. ഈ വിഴിപ്പൂവിലെ നീലം ഇന്ദ്രനീലമണിച്ചില്ലിൽ നിന്നോ മേനീലാകെ പടരുമി സൗവർണം ഏതുഷസന്ധ്യയിൽ നിന്നോ. ആ ആ ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു. താങ്ക് യു. ഓക്കെ, എൻ്റെ പേര് ഹരിഗോവിന്ദ് എന്നാണ്, എറണാകുളത്താണ്, ബിസിനസ്സാണ്. ആൻഡ് ഐ എം എ പാഷനേറ്റ് മ്യൂസീഷ്യൻ ഓൾസോ. റോയുടെ വളരെ അടുത്ത സുഹൃത്താണ്. താങ്ക് യു. ഇന്നലെ മയങ്ങുമ്പോ ഒരു മഴ
ഇലമ്പൊലി കേൾക്കുന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ കൊല്ലിൽ ഇലമ്പൊലി കേൾക്കുന്നു. മാഘവമാസത്തിൽ ആദ്യം വിരിയുന്ന മാഘവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എന്റെ അരികിൽ വന്നു. ഓമനെ നീ എന്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ കൊല്ലിൽ ഇലമ്പൊലി കേൾക്കുന്നു. പൗർണമി സന്ധ്യതൻ പാലായി നീന്തി വരും വിണ്ണിലെ വെണ്ണുകി കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലായി നീന്തി വരും വിണ്ണിലെ വെണ്ണുകി കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു സ്തുതി നീട്ടി നീ വന്നു. തമ്പുരു സ്തുതി നീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ കൊല്ലിൽ ഇലമ്പൊലി കേൾക്കുന്നു. താങ്ക് യു. റോയ് ചായ, എല്ലാവർക്കും നമസ്കാരം. ദൃശ്യയും റോയ് ചായനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഘടനയും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കയറി വന്നത്. പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. നമ്മൾ സംഘാടക സമിതിയിലായിരുന്നു ആദ്യം ഞാൻ. പിന്നീട് ദൃശ്യയുടെ തന്നെ അവാർഡുകൾ നേടാനുള്ള ഭാഗ്യമുണ്ടായി. ദൃശ്യയുടെ മാത്രമല്ല, ദൃശ്യയുടെ കൂടെ തന്നെ മിന്നലെ അവാർഡ്സും ഒക്കെ ഇതുവഴി കിട്ടി. എനിക്ക് അവാർഡുകൾ എന്ന കാറ്റഗറിയിൽ കൂടുതൽ അവാർഡുകൾ നൽകുന്ന ദൃശ്യം തന്നെയാണ്. അതിന്റെ സന്തോഷവും സ്നേഹവും ഒക്കെ വെക്കുന്നു. ഒപ്പം തന്നെ റോയ് ചായന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം കുടുംബ സുഹൃത്താണ് പുള്ളി, ജലജ ചേച്ചിയും. അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും നമ്മുടെ സംഘടനയ്ക്കും എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഒക്കെ നേരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ഹെക്ടിക്കായുള്ള ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അല്പനേരം ഒന്ന് കിടന്നപ്പോഴാണ് പെട്ടെന്ന് റോയ് ചായന്റെ ഒരു കോൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് ദൃശ്യയിലൂടെ കയറണമെന്നുള്ളത്. അതൊരു കടമയായതുകൊണ്ട് കയറിയതാണ്. മാത്രമല്ല ഒരുപാട് പരിചയക്കാരെ കാണാൻ പറ്റി. എല്ലാവർക്കും എന്താ പറയുക, ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പാട്ട് പാടാൻ പറ്റിയ അവസ്ഥയൊന്നും അല്ല ഞാൻ, കാരണം ഇവിടെ നല്ല കിടിലൻ ഗായകരൊക്കെ ഉള്ളപ്പോൾ ഞാൻ പാടി ഓടിക്കുന്നില്ല. യൂസഫ് അത്യാവശ്യം കഥകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി എന്ത് കഥ പറയാനാണ്. നല്ല പാട്ടുകാരനാണ്. അല്ല, അത് ശരിയാണ്, നല്ല പാട്ടുകാരനാവുന്നത് ഞാൻ ഈ ചില സിസ്റ്റം ഒക്കെ വെച്ച് എന്നെ ഞാൻ AI ആയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ AI എല്ലാം പൊടിഞ്ഞ് IAന്നായി പോകും. അതുകൊണ്ട് ആ കളിക്ക് ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് നേരിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ദൃശ്യയുടെ ഒരു ലൈവ് ഷോ ഉണ്ട്. ഐ മീൻ ഒരു ഓഫ്ലൈൻ ഷോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഷാർജയിലൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ ഡ്രമ്മും നമ്മുടെ ഡ്രമൊക്കെ ഉറങ്ങുന്നതായിരിക്കും. യൂസഫും ഞാനും ഞങ്ങളിവിടെ അതിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. റോയ് ചാൻ പറഞ്ഞതാ. അപ്പൊ നമ്മൾ അവിടെയും അവിസ്മരണീയമാക്കുന്ന ഒരു മൊമെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ദൃശ്യ ഒരുപാട് നല്ല
കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മലയാളത്തിന് തന്നെ എണ്ണം പറഞ്ഞ ഒരു അവാർഡുകളിൽ ഒന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യയുടെ അവാർഡ് മേടിക്കാത്തവർ ആരും ഇല്ലെന്ന് പറയാം, മലയാള സിനിമയിലായാലും മറ്റ് രംഗങ്ങളിലായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ദൃശ്യയുടെ അവാർഡ് മറ്റെന്തിനേക്കാളും നമ്മൾ വില കൊടുക്കുന്നതാണ്. ആ ഒരു സംഘടനയിൽ ഈ 10-25 വർഷമായിട്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഒരിക്കൽ കൂടെ നേരുന്നു. പാട്ടുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கூ குக்கூ
बेहद हंसी ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से डरते हो क्यों इकरार से, माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं। सुनता नहीं कुछ दिलरुबा, तुम हमसे खुश हो या हो खफा, तिरछी नजर तीखी अदा, लगते हो क्यों बेजार से, देखो कभी तो प्यार से डरते हो क्यों इकरार से, माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं। तुम दो कदम दो साथ अगर आसान हो जाए सफर, छोड़ो भी ये दुनिया का डर, तोड़ो न दिल इनकार से, देखो कभी तो प्यार से डरते हो क्यों इकरार से, माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से डरते हो क्यों इकरार से।
താങ്ക് യു. പ്രിയ റോയ് സാറേ, ഞാൻ കുറേ പരിശ്രമിച്ചു ഗൂഗിൾ മീറ്റിങ്ങിന് കയറുവാനായിട്ട്. പക്ഷേ എന്തോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പോൾ പ്രിപ്പയറിങ് മീറ്റിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഏതായാലും എനിക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്ന് പറയാം. ഞാൻ ജോസ് മാവേലിയാണ്. എനിക്ക് റോയ് സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ജനസേവാ ശിശുഭവനിൽ റോയ് സാറിൻ്റെ സഹായ സഹകരണങ്ങൾ നിരവധി തവണ ലഭിച്ചിട്ടുണ്ട്. റോയ് സാറിനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, റോയ് സാറിനെ പോലുള്ള നല്ല മനസ്സിൻ്റെ ഉടമകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. നല്ല മനസ്സെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ, ഒപ്പം മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള വലിയ മനസ്സ്, അതുപോലെ തന്നെ എല്ലാവരെയും പോസിറ്റീവായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും നന്മകൾ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, എല്ലാവരെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എന്താ പറയുക, നല്ലൊരു ഹൃദയമുള്ള റോയ് സാറിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുകയാണ്. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കാത്തതിൽ ഒത്തിരി സങ്കടമുണ്ട്. എന്നാലും റോയ് സാറിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ, ജോസ് മാവേലി. പാതിരാപ്പാൽക്കടലിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം. പാതിരാപ്പാൽക്കടലിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം. ജന്മങ്ങൾ തൻ സ്വപ്നതീരത്തു ദൂരെ നീലാടവിന്ദങ്ങൾ പൂത്തു. നൂപുരം ചാത്തുന്ന ഭൂമി കാറ്റൂന്തൽ നീർത്തുന്ന വാമേഘം. പാതിരാപ്പാൽക്കടലിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം. പാതിരാപ്പാൽക്കടലിൽ അമ്പിളി പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം. നാദങ്ങളിൽ പൂവിരൽ തുമ്പു തേടി പുളകങ്ങൾ പൂക്കുന്ന കാലം.
മന്ത്രങ്ങളോതുന്ന സന്ദേശം പാതിര പാൽക്കടവിൽ അമ്പിളിപ്പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം പാതിര പാൽക്കടവിൽ അമ്പിളിപ്പൂന്തോണി തുഴയാതെ തുഴയുകയായി ഏകാഗ്ര നക്ഷത്രം. എൻ്റെ പേര് ദേവാനന്ദ്. ഞാനും റോയിയും ഒക്കെ ഒരുമിച്ച് BSNL ആവുന്നതിന് മുമ്പ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പരിചയം ഞാനും റോയിയായിട്ടുണ്ട്. ഞാൻ റിട്ടയർമെന്റിന് മുമ്പായിട്ട് ചെറിയൊരു അഭിനയ ഭ്രമം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഒരു നാടക സമിതിയൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അതിലൊരു വേഷമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എറണാകുളം നാടകവേദി എന്ന പേരിൽ എനിക്കൊരു പ്രൊഫഷണൽ സമിതിയുണ്ട്. പകിട്ട 12 എന്ന പേരിൽ കഴിഞ്ഞ വർഷം ഒരു നാടകം കളിച്ചു. അത് നല്ലൊരു നാടകമാണ്. നല്ല നാടകമായതുകൊണ്ട് തന്നെ ഈ വർഷവും അത് തന്നെ കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേഷം ചെയ്യുന്നുണ്ട്. 8ാമത്തെ നാടകമാണത് എൻ്റെ. അപ്പോൾ ഈ 8 നാടകങ്ങളിലും 2ഉം 3ഉം വേഷങ്ങളായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്നു. ഇപ്പോൾ റോയി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്ത ആൾക്കാരാ. അങ്ങനെ പരിചയമുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ്. ഞാന് റോയ്സാന്റെ തൂലിക എന്ന സിനിമയിലെ ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനം, ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഗാനം. എന്തായാലും സിനിമ പുറത്തു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ഗാനം ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടി പാടും. നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ. നിൻ തിരുനെറ്റിയിൽ കുങ്കുമസിന്ദൂരം എന്നതരത്തിനാൽ പടർന്നുവല്ലോ. നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ. നിൻ തിരുനെറ്റിയിൽ കുങ്കുമസിന്ദൂരം എന്നധരത്തിനാൽ പടർന്നുവല്ലോ. നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ. ഉള്ളിൽ നിറഞ്ഞു നിന്ന മോഹങ്ങൾ എല്ലാം തുറന്നു നീ പറഞ്ഞുവോ. ഉള്ളിൽ നിറഞ്ഞു നിന്ന
എല്ലാം തുറന്നു നീ പറഞ്ഞുവോ എന്നും എനിക്കു മുന്നിൽ വന്നു നീ സ്വയം മറന്നെന്നിലേക്കൊതുങ്ങിയല്ലോ എന്നും എനിക്കു മുന്നിൽ വന്നു നീ സ്വയം മറന്നെന്നിലേക്കൊതുങ്ങിയല്ലോ നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ നിൻ തിരുനെറ്റിയിൽ കുങ്കുമ സിന്ദൂരം എന്നധരത്തിനാൽ പടർന്നുവല്ലോ നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ ഒന്നിച്ചിരുന്നു കണ്ട സ്വപ്നങ്ങൾ എല്ലാം പൊലിഞ്ഞു പോയിടുന്നുവോ ഒന്നിച്ചിരുന്നു കണ്ട സ്വപ്നങ്ങൾ എല്ലാം പൊലിഞ്ഞു പോയിടുന്നുവോ ഇന്നും മനസ്സിലെൻ്റെ ഉള്ളിലായി ഒരു പിടിയോർമ്മകൾ മാത്രമാ ഇന്നും മനസ്സിലെൻ്റെ ഉള്ളിലായി ഒരു പിടിയോർമ്മകൾ മാത്രമായി നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ നിൻ തിരുനെറ്റിയിൽ കുങ്കുമ സിന്ദൂരം എന്നധരത്തിനാൽ പടർന്നുവല്ലോ നീലനിലാവണിഞ്ഞ രാത്രിയിൽ മന്ദാരപ്പൂമണം നിറഞ്ഞുവല്ലോ സൂപ്പർ അലർട്ട്. താങ്ക് യു എവറിബഡി. ഗുഡ് നൈറ്റ്. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. ഞാൻ പാടാൻ പോണത് ഞാൻ ആദ്യമായിട്ട് പാടിയ ഒരു റൊമാൻറ്റിക് ആൽബം സോങ് വരികളിലെ മ്യൂസിക്കിലും ഒരു കുടക്കീഴിൽ നിന്ന് തുടങ്ങണ ഞാൻ രവിശങ്കറും കൂടെ പാടിയ ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ഒരു കുടക്കീഴിൽ ഒരുമിച്ചു നമ്മൾ ഒരു ദിനം പള്ളിയിൽ പോകും ഒരു മരത്തണലിൽ ഒരുമിച്ചിരിക്കാൻ ഒരു ദിനം നിന്നെ വിളിക്കും വരുമോ നീ പ്രിയനേ തരുമോ ഹൃദയം ഒരു കുടക്കീഴിൽ ഒരുമിച്ചു നമ്മൾ ഒരു ദിനം പള്ളിയിൽ പോകും ഒരു മരത്തണലിൽ ഒരുമിച്ചിരിക്കാൻ ഒരു ദിനം നിന്നെ വിളിക്കും
കൈതൊഴുതവനായി ഒരു കുടക്കീഴിൽ ഒരുമിച്ചു നമ്മൾ ഒരു ദിനം പള്ളിയിൽ പോകും. ഒരു മരത്തണലിൽ ഒരുമിച്ചിരിക്കാൻ ഒരു ദിനം നിന്നെ വിളിക്കും. വരുമോ നീ പ്രിയനേ, തരുമോ നീ ഹൃദയം. എൻ്റെ പേര് മാത്യു. കിടങ്ങന്നൂരാണ് വീട്. ഒരു 35 വർഷമായിട്ട് മിഡിൽ ഈസ്റ്റിലുണ്ട്. എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും. നിങ്ങളെല്ലാവരെയും നേരിൽ കാണുവാനും അതുപോലെ തന്നെ കലാപരിപാടികൾ, നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിച്ചു. ഒത്തിരി താങ്ക്സ്. മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. ആകെ തന്ത്രി മാത്രമേ പറഞ്ഞുള്ളൂ. രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി. ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനേ നിൻ പാവാടയിലകി. ഒഴിഞ്ഞ ദിനത്തിൽ ഇടലുകൾ പോലെ അകന്നു മണമൊഴുകി വരുന്നു. തരളരശ്മികൾ തന്ത്രികളായി തഴുകി ചാറ്റല കവിതകളായി. ഈ നിശീതം പാടും വരികളിൽ ഓമനേ നിൻ ശാലീനനാദം. അടർന്ന കിനാവിൻ തളിരുകൾ പോലെ അകന്നു പൊൻചിലമ്പുലികൾ. മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു മുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. എന്റെ പേര് സുബിയാണ്, സുബി ജോർജ്. ഞാൻ ദുബായിലാണ്. ദുബായിലിവിടെ ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല റൈറ്റ് നൗ. റോയിച്ചാൻ ഞാനും ഒരു കോളേജിൽ പഠിച്ചതാണ്. എന്റെ കൂടെ പഠിച്ചതാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ വളരെ ലേറ്റായി ഒരു നാടകം കാണാൻ ഉള്ള അവസരം പാഴാക്കാതെ അത് കണ്ടു തീർക്കുകയായിരുന്നു. തൊട്ടടുത്ത ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ റോയിയോട് സന്ധ്യയ്ക്ക് വിളിച്ച് പറഞ്ഞിരുന്നു.
ഐ വിൽ ബി ലേറ്റ്. ഒരു 9 മണി കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ കയറിക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് വന്ന് കയറിയത് കേട്ടോ. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും എന്റെ സന്തോഷം, സ്നേഹം. മോഹൻ നല്ലൊരു പാട്ടുകാരനാണ്. അല്ല, എനിക്ക് എന്റെ കയ്യിൽ ഇപ്പോ അസച്ച് ചെയ്യാൻ പാടാനുള്ള ഒരു സ്റ്റാറ്റസിലല്ല. അപ്പൊ എന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ റോയുടെ ഫോണിലേക്ക് വാട്സപ്പിൽ ഇത് വീഡിയോ അയച്ചു തരാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ നീട്ടി തരള മധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോ ബാഷ്പത്താൽ എഴുതിയ കവിത പാടാം. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോ ബാഷ്പത്താൽ എഴുതിയ കവിത പാടാം. ഉയരുമൻ ഗദ്ഗതം തടയുകില്ലെങ്കിൽ ഞാൻ കരളിന്റെ കരളിലെ കവിത പാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. ആഴക്കു കണ്ണീരിൽ എൻ സ്നേഹ സ്വപ്നത്തിൽ അരയന്നം മുങ്ങിച്ചത്ത കഥ പറയാം. ആഴക്കു കണ്ണീരിൽ എൻ സ്നേഹ സ്വപ്നത്തിൽ അരയന്നം മുങ്ങിച്ചത്ത കഥ പറയാം. സകലവും നഷ്ടപ്പെട്ട് ചുടുകാറ്റിലലയുമീ സാധുവമിടയന്റെ പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ നീട്ടി തരള മധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. Thank you.
ഞാൻ ഗില്ലാനിക്കാട്ട്, സ്വദേശം പട്ടാമ്പിയാണ്. കേരളത്തിലെ പട്ടാമ്പി, പാലക്കാട് ജില്ലയാണ്. റോയ് ചേട്ടനെ കുറച്ച് കാലമായി പരിചയപ്പെട്ടിട്ട് വളരെ നന്നായിട്ട് സൗഹൃദം മുന്നോട്ട് പോകുന്നു. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും നന്നായി തന്നെ പോകുന്നു. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമാൻ മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം മറയ്ക്കുവാനേ കഴിയൂ. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും
കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും ഹൃദയം വിരിഞ്ഞ പൂവിനും വീണ പൂവിനും വിരുന്നൊരുക്കും ഹൃദയം എപ്പോഴും വിരുന്നൊരുക്കും ഹൃദയം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ராஜராஜ சோழன் எனையாடும் காதல் தேசம் நீதான். ராஜராஜ சோழன் எனையாடும் காதல் தேசம் நீதான். பூவே காதல் தீவே மண் மீது சொர்க்கம் வந்து பெண்ணாக ஆனதே. உல்லாச பூமி இங்கு உண்டானதே. ராஜராஜ சோழன் எனையாடும் காதல் தேசம் நீதான். பூவே காதல் தீவே கண்ணோடு கண்களேற்றும் கற்பூர தீபமே கைதீண்டும் போது பாயும் மின்சாரமே. உல்லாச மேடை மேலே ஓரங்க நாடகம் இன்பங்கள் பாடம் சொல்லும் என் தாயகம். இங்கங்கு ஊஞ்சலாக நான் போகிறேன், அங்கங்கு ஆசை தீயில் நான் வேகிறேன். உன்றாக மோகனம் என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என்னாவி நீயே தேவி. ராஜராஜ சோழன் நான் எனையாழும் காதல் தேசம் நீதான். பூவே காதல் தீவே கல்லூரை பார்க்கும் பார்வை உள்ளூரை பாயுமே. துள்ளாமல் துள்ளும் உள்ளம் சல்லாபமே. வில்லோடு அம்பு ரண்டு கொல்லாமல் கொல்லுதே. பெண் பாவை கண்கள் என்று பொய் சொல்லுதே. முந்தானை மூடும் ராணி செல்வாக்கிலே என் காதல் கண்கள் போகும் பல்லாக்கிலே. தேனோடை ஓரமே நீராடும்
പൊന്മേനി കേളായി റാണി രാജരാജ സോഴൻ എരയാടും കാതൽ ദേശം നീതാ രാജരാജ സോഴൻ എരയാടും കാതൽ ദേശം നീതാ പൂവേ കാതൽ ദീപേ மண்மீது சொர்க்கம் வந்து பெண்ணாக ஆனதே உல்லாச பூமி இங்கு உண்டானதே ராஜராஜ சோழன் எனையாடும் காதல் தேசம் நீதா பூவே காதல் தீவே. தேங்க்யூ. दुनिया से हमने लिया
ഇത്രയും പേര് വളരെ നേരം പങ്കെടുത്തു. വളരെ നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ജയമാലയും മോഹനും അതേപോലെ തന്നെ ദിനേശനൊക്കെ പങ്കെടുക്കുന്നത്. അവരിന്ന് നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു. നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ നമ്മുടെ ഒരു പരിപാടിയിൽ നമുക്ക് ഈ പാട്ടുകാരെ എല്ലാം ഒന്നിച്ച് കാണാം. അധികം വൈകാതെ അതിന് അവസരം ഉണ്ടാവും. അപ്പോൾ അന്നേരം നമുക്ക് ഒരു ഗംഭീര പരിപാടിയായിട്ട് മാറ്റാം. അപ്പോൾ ജയമാലയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും കാണാം, അധികം വൈകാതെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഉള്ള പങ്കെടുത്തുള്ള സന്തോഷം ഒന്നുകൂടെ അറിയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. आज कृष्ण की बोली जिसकी बाहों में ही कोई डांस डांस दिल में ख्वाब जागे जागे हिंदुजा है कोई डांस डांस आज कृष्ण की बोली जिसकी बाहों में ही कोई डांस डांस हम जवां है तुम जवां हो ये जवां है धड़कने जवां हम जवां तुम जवां हो ये जवां है धड़कने जवां झूम 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 बाबा झूम 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 बाबा झूम 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 बाबा मेरा तुम्हें जो मजा है मजा ये कुछ नया नया है ये दिल तो आज क्या हुआ है ये झूमता ही जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ये जवान ये जवान ऐसे झूम खुशी कहाँ
मजा है मजा ही कुछ नया नया है ये दिल तो आज क्या हुआ है ये झूमता ही जा रहा है झूम झूम झूमेगा झूम झूम झूमेगा झूम झूम झूमेगा Thank you.